ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഫുൾ ഡേ വ്ലോഗാണ് കേട്ടോ. രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗീ റോസ്റ്റാണ് കേട്ടോ. ഇന്ന് ഗീ റോസ്റ്റ് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ അതിൻ്റെ മാവൊക്കെ ഒന്ന് അരച്ചെടുത്ത് പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ രാവിലെ തന്നെ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ രാവിലേക്ക് ആവശ്യമുള്ള മാവ് ഞാൻ അതിന് കുറച്ച് വേറെ ബൗൾക്ക് മാറ്റിയെടുക്കുകയാണ്. ഗീ റോസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും റെസിപ്പി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ അതാ മാവൊക്കെ ഞാൻ വേറെ ബൗൾക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കണില്ല കേട്ടോ. ആരും എണീറ്റിട്ടില്ല ഈ സമയം. അപ്പോൾ എല്ലാവരും എണീറ്റിട്ട് ആ ചൂടോടെ തന്നെ ചുട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് മിക്സിയിൽ ഞാൻ ചട്നിക്കുള്ളതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കുകയാണ്. പിന്നെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില അതൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇത് അരച്ച് വെച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ചെറിയ ഫ്ലെയിമിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഓവർ തിളക്കൊന്നും വേണ്ട. തിളച്ചാൽ അതൊന്ന് പിരിയും. അപ്പം അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ചായക്ക് വേണ്ടിയിട്ടുള്ള പാലൊക്കെ ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അങ്ങനെ അതാ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ചായ എടുക്കാനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാവൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഗീ റോസ്റ്റ് എന്താ ചൂടോടെ തന്നെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നും ചുട്ടെടുക്കുകയാണ് കേട്ടോ. അതിനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് ചെറിയ ചൂടായാൽ തന്നെ മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓവർ ഹീറ്റ് ആവണ്ട. ഓവർ ഹീറ്റ് ആയാൽ നമ്മൾ മാവ് ചുറ്റി കൊടുക്കുമ്പോൾ അത് ശരിയാവാതെ വരും കേട്ടോ. അങ്ങനെ അതാ മാവൊക്കെ ചുറ്റി കൊടുത്ത് ഞാനേക്ക് ഗീ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതാ ഓരോന്നും ചുട്ടെടുക്കണേ. പിന്നെ ഞാനും ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ അതാ കുട്ടികളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. ഓരോ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിത് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുകയാണ്.
അങ്ങനെ അതാ ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ അതാ ഞാൻ ലഞ്ചിൻ്റെ പണികളൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് ഞാൻ ആദ്യം തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ ഒരു കുക്കറിൽ ഞാൻ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ക്രഷ് ചെയ്തത്, മല്ലിയില, പുതിനയില ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ഒരു 6 വിസിലുകൊണ്ട് തന്നെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും കേട്ടോ. പിന്നെ അതാ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണേ. കുറച്ച് ഗീയും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളി പൊരിച്ചെടുക്കണേ. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞാനിവിടെ 2.5 കപ്പ് ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കേട്ടോ യൂസ് ആക്കുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ റൈസൊക്കെ ആവശ്യമുള്ള വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ്. ഓയിൽ ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് സ്പൈസസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് റൈസ് ഇതിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുക്കുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. പിന്നെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക. പിന്നെ അതാ റൈസൊക്കെ ആവശ്യമുള്ള വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റൈസൊക്കെ ആവശ്യമുള്ള ഉപ്പ് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ 1 കപ്പ് ജീരകശാല റൈസിന് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ തന്നെ ഞാൻ 1 ടീസ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് റൈസിന് നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ തന്നെ ഗീ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ ഇതാ നമ്മൾ ബീഫൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതാ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണേ. ഓയിലൊക്കെ ഇതാ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാനൊരു 2 ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്.
ഉള്ളി ഇതാ നന്നായിട്ട് വഴണ്ടി വന്നതിൻ്റെ ശേഷം ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതാ ഞാനിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ഒരു 5 മിനിറ്റ് തക്കാളി ഉടഞ്ഞ് വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ആ സമയത്ത് തന്നെ ഞാൻ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതിൻ്റെ ശേഷം ഞാനിതാ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മസാലയ്ക്ക് വേറെ മസാലകളൊന്നും ആഡ് ചെയ്യലില്ല കേട്ടോ. പിന്നെ ഇതാ പുളിക്ക് ആവശ്യമുള്ള ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈര് അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേവിച്ച് വെച്ച ബീഫൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഈ ബീഫിൻ്റെ ഫ്ലേവറൊക്കെ മസാലയ്ക്ക് നല്ലോണം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു 7 മിനിറ്റോളം ഞാൻ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദമ്മിട്ടെടുക്കുകയാണ് കേട്ടോ. മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദമ്മിട്ടെടുക്കുന്നത്. അങ്ങനെ ഗീ റൈസൊക്കെ ഇതാ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ലെയർ ഗീ റൈസ് ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാല, പിന്നെ ഉള്ളി ഫ്രൈ ചെയ്തത്, കാഷ്യൂനട്ട്, റൈസൻസ്, മലയില, പുതിനയില ഇതിൻ്റെ എന്നിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതാ ബിരിയാണിയൊക്കെ ദമ്മിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഞാൻ ബിരിയാണിക്ക് ആവശ്യമുള്ള സാലഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ അതാ ക്ലീനിങ്ങും ഫ്രഷ് ആവലും പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാണ് കേട്ടോ. അങ്ങനെ ആ സമയം കൊണ്ട് തന്നെ ഞാൻ ബിരിയാണിയൊക്കെ ദമ്മ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതാ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിരുന്നു. അങ്ങനെ
ഇതാ ഈവനിങ്ങിൽ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. പിന്നെ കാര്യമായിട്ടുള്ളതൊന്നും ഇല്ലായിരുന്നു. അതാ പിന്നെ വീഡിയോയിലൊന്നും പ്രത്യേകിച്ച് ഇൻക്ലൂഡ് ആക്കാഞ്ഞത്. അങ്ങനെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. വലിയ ലോങ്ങൊന്നും പോകാനല്ല, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഒരു മാള്, ജിദ്ദ പാർക്ക്. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോണത്. ഞങ്ങൾ ആ റൂമിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ കാണില്ല കേട്ടോ, ഒരു ഭയങ്കര ഓടിക്കളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റിൽ തന്നെ മാക്സിലാണ് കേട്ടോ കയറുന്നത്. പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നുമില്ല, ജസ്റ്റ് ഓഫറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഞാൻ പിന്നെ കുട്ടികളെ ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കയറിയതാണ് കേട്ടോ. അപ്പോൾ അതാ ഡ്രസ്സിലൊക്കെ നല്ല കളക്ഷനൊക്കെ ഉണ്ട്, പക്ഷെ വലിയ ഓഫറൊന്നും കണ്ടില്ല. പിന്നെ അതാ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്, അവർക്കും തന്നെ അത് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉടുപ്പ്, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മാക്സിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വാച്ചിൻ്റെ സെക്ഷനൊക്കെ എത്തിയപ്പോൾ വാച്ചുകളുടെ കളക്ഷനൊക്കെ ഒന്ന് നോക്കുകയാണ്. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മെയിനായിട്ട് മാളിൽ വന്ന് തന്നെ വാച്ചിൻ്റെ കളക്ഷനൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അതിൻ്റെ കളക്ഷനൊക്കെ ഒന്ന് നോക്കിയതിൻ്റെ ശേഷം ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ് കേട്ടോ. തിരിച്ച് പോകുമ്പോൾ ധനൂപിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ആ റൂമിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഒന്ന് വാങ്ങാനുണ്ടായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടി കയറിയതാണ്. വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.